ഇന്ന് നമ്മളൊരു നമ്മുടെ പ്ലം കേക്ക്സിനൊക്കെ വേണ്ടിയിട്ട് ഫ്രൂട്ട് സോക്ക് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് അതിനുവേണ്ടി നമ്മൾ ഇന്ന് നോൺ ആൽക്കഹോളിക് ആണ് നമ്മുടെ ഫ്രൂട്ട് സോക്ക് ചെയ്യാൻ പോകുന്നത്. ആൽക്കഹോളിക് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എങ്ങനെയാ ചെയ്യാമെന്നും എത്ര ദിവസം വെക്കാമെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം. എന്നിട്ട് ബാക്കി സംശയങ്ങളൊക്കെ കമന്റിലൂടെ ചോദിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കുപ്പിയുടെ ഗ്ലാസ് ബോട്ടിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1 month വരെ വെക്കാം. ഫ്രൂട്ടിലൊക്കെ സോക്ക് ചെയ്യാകുമ്പോൾ, അതായത് ഫ്രൂട്ട് ജ്യൂസിൽ സോക്ക് ചെയ്യാകുമ്പോൾ കൂടുതൽ വെക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയമാണല്ലോ. അപ്പൊ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് അതിൽ കൈയൊന്നും തട്ടാതെ ജ്യൂസ് എടുക്കണം. എന്നിട്ട് ബോയിൽ ചെയ്തിട്ട് നന്നായിട്ട് കൂളായ ശേഷമാണ് നമ്മളിത് സോക്ക് ചെയ്യാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും വലിയ ബോട്ടിൽ എടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ദിവസങ്ങളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നന്നായിട്ട് നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറച്ച് വലിയ ബൗളിൽ അതുപോലത്തെ ഒരു ബോട്ടിൽ ഒരു പകുതി എടുത്തിട്ട് വെക്കാൻ പറയുന്നത്. പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം, ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് ചെയ്താൽ മതി. പക്ഷെ അതിനേക്കാളൊന്ന് കൂടുതൽ, അതായത് നമ്മൾ റിച്ച് പ്ലംസിനൊക്കെ ഇതുപോലെ ചെയ്തിട്ട് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇപ്പോൾ ഞാനിതിൽ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള നട്ട്സ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണോ ഉള്ളത് അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ നട്ട്സ് ഒക്കെ ചേർക്കുന്നത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് മാത്രം ചേർക്കാൻ മതി. അപ്പോൾ ആൽക്കഹോളിക് യൂസ് ചെയ്യുന്നവർക്ക് സെയിം ഞാനിപ്പോൾ എങ്ങനെയാണോ സോക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ സോക്ക് ചെയ്തിട്ട് ഒരു 1 year 1.5 year ഒക്കെ നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഞാനിപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് ഒന്ന് ബോയിൽ ചെയ്ത് അതിൽ ചെയ്യുന്നത് മാത്രം. നിങ്ങൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആൽക്കഹോളിക് ആയിട്ട് ഏതാണോ യൂസ് ചെയ്യുന്നത് അതിൽ ഇതേ സെയിം മെത്തേഡിൽ തന്നെ ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിനെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മുടെ ജാം, അതുപോലെ ഞാനിപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ ജാമിന്റെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ. ഫ്രൂട്ട് തന്നെയല്ല, ഫ്രൂട്ട് ജ്യൂസ് തന്നെയല്ല ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് ബോയിലൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ, നമ്മുടെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത് വരുന്ന ബോട്ടിൽ ഉണ്ടല്ലോ, ജ്യൂസ് ബോട്ടിൽസ് കിട്ടുന്നില്ലേ, ആ ബോട്ടിൽസ് എടുത്തിട്ട് അതുപോലെ തന്നെ ആ ജ്യൂസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതായത് ആപ്പിൾ ജ്യൂസോ മുന്തിരിയുടെ ജ്യൂസോ അതുപോലെ ഓറഞ്ചിന്റെ ജ്യൂസോ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജ്യൂസ് മിക്സ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതുപോലെ ബോയിൽ ചെയ്യാതെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു 3 day മാത്രം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു 4 മണിക്കൂർ പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചർ വെച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന ഈ ബോട്ടിലാണെങ്കിലും നന്നായിട്ട് ഉണക്കിയിട്ട് വെള്ളമൊന്നും ഇല്ലാതെ എടുക്കുക. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ആണല്ലോ, അപ്പൊ അതിലൊന്നും വെള്ളം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ മിക്സ് ചെയ്യാനോ ഒക്കെ എടുക്കുന്ന എല്ലാം തന്നെ ഡ്രൈ ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക. എന്നാൽ ഈ ഒരു മിക്സ് നമുക്ക് 1 മാസം വരെയൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഓറഞ്ചിൻ്റെ സെസ്റ്റ്, അതായത് ആ യെല്ലോ പോർഷൻ മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് എടുക്കുക. എന്നിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് ബ്ലാക്ക് റൈസിൻസ്, ഗോൾഡൻ റൈസിൻസ്, കിവി, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, ബ്ലാക്ക് കറണ്ട്, റെഡ് കറണ്ട്, ചെറീസ്, പ്ലംസ്, ജിഞ്ചർ പീല്, ഓറഞ്ച് ക്യാൻഡി, പിന്നെ യെല്ലോ പ്ലംസ്, അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂസും നമ്മുടെ പിസ്താഷ്യൂസും. ഇത് നമുക്ക് ലാസ്റ്റ് നമ്മൾ ബേക്കിംഗ് ടൈമിൽ ചേർത്താൽ മതി. അത് ഓറഞ്ച് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആണ്. പിന്നെ ഇത് നമുക്ക് സ്പൈസസിന് വേണ്ടിയിട്ട് ഡ്രൈ ജിഞ്ചർ, അതുപോലെ നട്ട്മഗ്, കാർഡമം, പിന്നെ ക്ലോസ്, കുറച്ച് അത്രയും നമുക്ക് എല്ലാം കൂടെ ഒന്ന് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ ആഡ് ചെയ്യാൻ എളുപ്പമായി. ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് വലിയ പീസായിട്ടുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ചിലതിനൊക്കെ കുരുവൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ളൊരു ഗ്ലാസ് ജാർ എടുക്കുക. അതിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ചേർത്ത് കൊടുക്കുക. ഏറ്റവും അടിയിൽ ഏറ്റവും സോക്ക് ചെയ്യേണ്ടത് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ നമുക്ക് കണ്ടല്ലോ അറിയാലോ, ആ രീതിയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ റേസിൻസുകളാണ്, അത് ഗോൾഡൻ റേസിൻസും ബ്ലാക്ക് റേസിൻസും ചേർത്തിട്ടുണ്ട്. അതായത് കറുത്ത മുന്തിരി കുരു ഇല്ലാത്തത് കിട്ടുകയാണെങ്കിൽ അതെടുക്കാൻ ശ്രമിക്കുക.
എന്നിട്ട് നമ്മൾ അതിന് മുകളിൽ ഞാൻ ഓറഞ്ച് ക്യാൻഡി അതുപോലെ ജിഞ്ചർ ക്യാൻഡി ഓക്കെ ഏതൊക്കെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതൊക്കെ ചേർക്കുക. അതായത് നമ്മൾ ഈ പ്ലംസ് ചെയ്യുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് റെസിൻസ് തന്നെയാണ് കേട്ടോ. കറുത്ത മുന്തിരി പിന്നെ അതുപോലെ ഗോൾഡൻ ആയിട്ടുള്ള മുന്തിരിങ്ങ അതൊക്കെയാണ് എനിക്ക് കുറച്ച് ടേസ്റ്റി ആയിട്ട് തോന്നാറ്. പിന്നെ അതുപോലെ ഞാൻ നമ്മുടെ ഡേറ്റ്സ് കട്ട് ചെയ്ത് ചേർക്കാറില്ല. എനിക്ക് തോന്നാറ് ഒരു ഡേറ്റ്സ് കേക്കിൻ്റെ ഫീലാണ് ആ ഡേറ്റ്സ് ഇങ്ങനെ കടിക്കുമ്പോൾ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡേറ്റ്സ് ചേർക്കാറില്ല. ബാക്കി ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം തന്നെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രൈ ഫ്രൂട്ടുകളൊക്കെ മാറ്റാം. ഡ്രൈ നട്ട്സ് അതുപോലെ നമുക്ക് ലാസ്റ്റ് ടൈം ബേക്കിംഗ് ടൈമിലേ ആവശ്യമുള്ളൂ, അതായത് മിക്സ് ചെയ്യുന്ന ടൈമിലേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല, കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഈ ഒരു ബോട്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ കുറച്ച് ഓറഞ്ച്, ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നത് നിങ്ങൾ കണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഒരു ഹാഫ് പോർഷൻ ഇതിൽ ചേർത്ത് കൊടുക്കുക. ബാക്കി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാം. എപ്പോഴും നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ഈ ഓറഞ്ച് സെസ്റ്റ് അതുപോലെ ലെമൺ സെസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സ്മെല്ല് കിട്ടും നമുക്ക്. ഈ സ്പൈസസിൻ്റെ സ്മെല്ലും പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രഷ് ജ്യൂസും അതുപോലെ തന്നെ ഈ ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ തൊലികളും കൂടി ആകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ സ്പൈസസ് പൗഡർ ചേർത്തിട്ടുണ്ട്. ബോട്ടിൽ തുറക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. അല്ലാണ്ട് നമ്മളിതിൽ ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഒരുപാട് ഇങ്ങ് പൊങ്ങി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് നമ്മൾ നമ്മുടെ തയ്യാറാക്കി വെച്ച് നന്നായിട്ട് കൂളായിട്ടുള്ള ജ്യൂസ്, ഫ്രിഡ്ജിൽ വെച്ച് കൂളാക്കല്ല, റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് നന്നായിട്ട് തണുത്തിട്ടുള്ള ജ്യൂസ് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഓറഞ്ച് ജ്യൂസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ജ്യൂസും എടുക്കാം. എടുക്കുന്ന ജ്യൂസിൽ വെള്ളം ഉണ്ടാവരുത്, ആ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് മാത്രം വേണം. നിങ്ങളിപ്പോൾ ഗ്രേപ്സാണ് എടുക്കുന്നതെങ്കിൽ ഗ്രേപ്പിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ജ്യൂസാക്കിയ ശേഷം വീണ്ടും അതിനെ നമ്മൾ ബോയിൽ ചെയ്ത് വെള്ളം, ആ ചേർത്തിട്ടുള്ള വെള്ളം നമ്മൾ വറ്റിച്ച് കളയണം. എന്നിട്ട് വേണം ഇങ്ങനെ യൂസ് ചെയ്യാം. എന്നാൽ നമുക്കിത് ഒരുപാട് സമയം നമുക്ക് ഇരിക്കും. ഒരു 1 മന്ത് വരെ നമുക്ക് ഒരു കേടും ഇല്ലാണ്ട് തന്നെ കിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.